ഹലോ ഗൈസ്, അപ്പം ഇന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരുങ്ങി ദേവും ഞാനും അമ്മയും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ചോദിക്കും എൻ്റെ അച്ഛനാണോ എന്ന്. അല്ല, ഏട്ടായുടെ തന്നെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായിട്ട് അച്ഛൻ്റെ സ്ഥലത്ത് തന്നെ ഒരു വീട് വസ്തുവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടോട്ട് പോവാണ്. ഞങ്ങൾ അവധി ദിവസമാണ് അവിടോട്ട് പോകുന്നത്. അച്ഛൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലോട്ടും വരാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ദേവും അമ്മയും മസാല ദോശയും ഞാൻ പൂരി മസാലയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബസ് കയറിയപ്പോൾ ദേവൂട്ടനാണ് എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ ദേവൂട്ടൻ ക്യാമറ ഓണെന്ന് പറഞ്ഞപ്പോൾ പല കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ ഒരു സ്കൂട്ടിയിൽ അച്ഛൻ ഞങ്ങളെ 3 പേരെയും കൂടി കൊണ്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വണ്ണം ഇല്ലാത്തതുകൊണ്ട് നിഷ്പ്രയാസം കയറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ഞണ്ടും മീനും ചീനിയൊക്കെ വാങ്ങിച്ച് അച്ഛൻ തന്നെ ചീനിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. കളിയാക്കലും കാര്യം പറച്ചിലും ഒക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ പ്രത്യേകം പറഞ്ഞ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൃഷി സ്ഥലം ഇതൊക്കെ കാണിക്കണേന്ന്. അച്ഛൻ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു നേരം പോക്കെന്ന് പറയുന്നത് തന്നെ ചെടികൾ നടുക എന്നുള്ളതാണ്. ചെടികളും റേഡിയോ, അത് അച്ഛൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാരണം റേഡിയോ ആണ് 24 മണിക്കൂർ അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടിടുന്ന റേഡിയോ ആണ്. അങ്ങനെ റേഡിയോ ഒക്കെ കേട്ട് അച്ഛൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് തന്നെ റേഡിയോ കേട്ടിട്ടാണ്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോയുടെ പാട്ട് കേൾക്കാതിരിക്കാം. ഞാൻ അവിടെ നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അടുക്കളയിൽ വന്ന് ഓരോരുത്തർ ഓരോ ജോലികളായിട്ടൊക്കെ ഏറ്റെടുത്ത് ചീനി വേവിച്ചും ഞണ്ട് കറി വെച്ചും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്ലാഷമൂട്ടൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ദേവൂട്ടനെ ഈ തുടുപ്പില്ലേ ചീനി മിക്സ് ചെയ്യുന്ന അതൊക്കെ വെച്ചിട്ട് ദേവൂട്ടനെ അതിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ദേവൂട്ടൻ ഇടയ്ക്ക് അതിനകത്തൊക്കെ ചീനി കോരി കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അച്ഛൻ ഓരോ വീഡിയോ ഓണാണെന്ന് അറിയുമ്പോൾ അച്ഛൻ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത് ചീനിയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരമൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞ് പതിയെ ഓരോരുത്തരെ കളിയാക്കി എടുത്തൊക്കെയാണ് ഓരോ ജോലി നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരംഗസംഖ്യ കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഉള്ള അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവർക്കും കുറേ നേരം സമയം ചെലവഴിക്കാൻ അവസരം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട്, അംഗനവാടിയിൽ പോകുന്നുണ്ട്, ഏട്ടായി രാവിലെ ഏട്ടായിയുടെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചുറ്റുപാടാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ ഓപ്പണാണ്. നമുക്ക് എല്ലാവരുമായിട്ട് കാര്യം പറയുക എടുക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്താ സമയം പോകുന്നേ അറിയത്തില്ല. അപ്പോൾ അച്ഛൻ്റെ റേഡിയോ ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ കാണിക്കുന്നത് 24/7 റേഡിയോ ആണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ രാവിലെ കേൾക്കാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്ന റേഡിയോ കേൾക്കാമെന്ന് പറയുന്നൊരു പ്രത്യേക ഫീലാണ്. കറികളൊക്കെ ആയി ഞങ്ങൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. ഒരു സെക്ഷൻ ആൾക്കാർ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കട്ടിലിൽ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അലക്കാൻ പോകുന്നുണ്ട്. അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ സ്വന്തമായി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഓരോ ഉരുളയൊക്കെ വാരി തരുന്നുണ്ട്. ദേവൂട്ടനാണെങ്കിൽ ഫുൾ കുറുമ്പാണ്. നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെയാണോ? അച്ഛാമ്മയുടെ അച്ചാച്ചൻ്റെയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ